അപ്പൊ ഇന്ന് എന്താ ഇന്നലെയോണമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ടതടിക്കൂ വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. അത് ഞാൻ യോഗക്ഷേമത്തിൻ്റെ സ്ഥിതി ഒരു പിടിയില്ല. അപ്പം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് എന്താണ് എന്നതിന് പകരം ഇന്ന് എന്താകണം എന്ന് പറയുകയായിരിക്കും ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഈ ആശാൻ പറഞ്ഞ മാതിരി ഇതൊക്കെ എൻ്റെ കുറേ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇന്ന് എങ്ങനെയാണ് നടന്നു പോകുന്നത് എല്ലാവർക്കും അറിഞ്ഞൂടെ. അവിടെ മീറ്റിംഗ് കാണുന്നു, ഇവിടെ മീറ്റിംഗ് കാണുന്നു, അധ്യക്ഷൻ ഇയാളായിരുന്നു. ആ റിപ്പോർട്ടിംഗ് അല്ലല്ലോ, നാള് വഴി പറയല്ലോ, നാള് മാസം തീയതി പറയല്ലോ എൻ്റെ ഉത്തരവാദിത്വം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ കഴിയണം. അപ്പം ഇന്ന് സാമാന്യ തൃപ്തികരമായിട്ടാണ് നടക്കുന്നത് എന്ന് വേണ്ട വിചാരിക്കാൻ, ഇന്ന് വേണോ വിചാരിക്കാൻ ആണോ? എനിക്ക് സംശയമുണ്ട്, ബലമായ സംശയമുണ്ട്. കാരണം ഞാൻ ഈ അടുത്ത ദിവസം ഒരു സരസൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഗൗരവത്തിലായിരിക്കാം, വാട്സപ്പിൽ എല്ലാവരും കണ്ടു കാണില്ല, ഞങ്ങളുടെ ജില്ലയിൽ മാത്രമേ വന്നുള്ളൂ. അല്ലെങ്കിൽ യോഗക്ഷേമ സഭയെ ഇന്ന് സമൂഹം അല്ലെങ്കിൽ സമുദായം എങ്ങനെ കാണുന്നു എന്നൊരു വിലയിരുത്തൽ നടത്തിയിരിക്കുകയാണ്. അതിൽ അത്യാവശ്യമായിട്ട് സഭയെ കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഭാരവാഹികളായിട്ടുള്ള 20% പേര്, ഭാരവാഹികളായിട്ടുള്ള 20% പേരാണ് കാര്യമായിട്ട് ഗൗരവമായിട്ട് കാണുന്നത്. പിന്നെ പ്രവർത്തകരായിട്ടുള്ള ഒരു 10% പേര് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നത്. പിന്നെ കുഴപ്പമില്ല, സഭയ്ക്കൊക്കെ ഞങ്ങളുണ്ട് എന്ന മട്ടിൽ നിൽക്കുന്നവർ ഒരു 30% പേര്. ഇതും കഴിഞ്ഞിട്ട് വരുന്നത് 40% പേര്. ഈ 40% ഞങ്ങളുടെ ഇതിലേക്ക് വരുമ്പോൾ അപ്പോൾ പറയണ കാശ് കൊടുത്തേക്കാം, വേറെ ഒരു വിഷയം ഞങ്ങൾ വരണമില്ല, ഞങ്ങളെ ഒന്നും ചോദിക്കാനും പോകില്ല. എനിക്ക് ഇത് കണ്ടപ്പോൾ, നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന് എനിക്കറിയില്ല, കണ്ടു. അപ്പം ഞാൻ നുണയല്ല പറഞ്ഞതിന് അർത്ഥം. അപ്പം ഇത് ഒരു ആത്മാർത്ഥതയുള്ള യോഗക്ഷേമ സഭാ പ്രവർത്തകന്റെ ഹൃദയം തൊട്ടുള്ള വാക്കുകളാണ്. അത് നമ്മൾ കാണുക, അതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കഴിഞ്ഞുപോയി. അതിൽ നമ്മുടെ ആവേശോജ്വലമായ ഭൂതം നമുക്കുണ്ട്. പക്ഷേ ആ ആവേശോജ്വലമായ ഭൂതത്തിൽ നിന്നും ആവേശോജ്വലമായ ഇന്നിലേക്കും, ആ ഇന്നിൽ നിന്നും ആവേശ സമ്പൂർണമായ നാളെയിലേക്കും പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ സംഘടനാ പ്രവർത്തനം? അപ്പൊ ഇപ്പോഴത്തെ നിലയിൽ സംഘടനാ പ്രവർത്തനം തൃപ്തികരമാണ് എന്ന് നമ്മളെല്ലാം സംതൃപ്തി അടയുകയാണ്. അതിൽ ചില ആത്മവഞ്ചനകളില്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ആദ്യകാലത്ത് യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ നമ്പൂതിരിമാരും മറ്റ് സഹപ്രവർത്തകരായ ബ്രാഹ്മണരും സംഘടിതമായി തന്നെ പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വിപ്ലവകരമായിരുന്നു. വിപ്ലവം എന്ന വാക്ക് കേട്ട് പേടിക്കേണ്ട. വിപ്ലവം എന്ന് പറഞ്ഞാൽ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ കാലഘട്ടത്തിൽ നടത്തിയത്. അതിൽ നിന്നും മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഈ സമുദായത്തെ വളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എത്തിച്ചപ്പോൾ നാം ഒരുപാട് അനാചാരങ്ങളെ തൂത്തെറിഞ്ഞു. ആ അനാചാരങ്ങളെ ഇന്ന് നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നുണ്ടോ? ആത്മപരിശോധന നടത്തണം. EMS ഒരിക്കൽ പറഞ്ഞു, EMSനെ കുറ്റം പറയാനാണല്ലോ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നാക്ക് നീളുക. EMS ഒരിക്കൽ പറഞ്ഞു, ഘോഷ ബഹിഷ്കരിച്ച അന്തർജനങ്ങൾ ആരും പിന്നീട് ആ ഘോഷ കരിച്ചുകൊണ്ട് സമൂഹത്തിൽ വന്നിട്ടില്ല. എന്നാൽ അന്ന് പൂണൂല് പൊട്ടിച്ച് കരിച്ചോയ്ക്കന് അയച്ചു കൊടുത്ത നമ്പൂതിരിമാരിൽ പലരും 95% പിന്നീട് ആ പൂണൂൽ കൂടുതൽ വെളുപ്പിച്ച് കഴുത്തിൽ അണിഞ്ഞുകൊണ്ടുള്ള കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. നമുക്ക് പലർക്കും യോജിക്കാൻ കഴിയില്ല എങ്കിൽ പോലും താത്വികമായി അതിൽ ചില വസ്തുതകളുണ്ട്. പൂണൂൽ അവിടെ ഒരു സിംബലാണ്, ഒരു സിംബലായിട്ട് എടുത്തിരിക്കുകയാണ്. നിങ്ങൾ മാറ്റിക്കളഞ്ഞ അനാചാരങ്ങളെ വീണ്ടും കൊണ്ടുവരുന്നു എന്നാണ് സൂചിപ്പിച്ചത്. നമ്മളൊന്ന് ആലോചിക്കുക, ഇന്ന് അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ നമ്മൾ? ഇല്ലേ. പണ്ട് നമ്മുടെ പൂർവികന്മാരെ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ആക്ഷേപിച്ചിരുന്നത് നമ്പൂതിരിമാര് 5 അകാരങ്ങളുടെയും 3 ഉകാരങ്ങളുടെയും അടിമകളാണ്. എന്താണ് 5 അകാരങ്ങൾ?
അഷ്ടി, അച്ചി, ആന, ആട്ടം. ഇതൊക്കെ ഒന്നുകൂടി അല്ലേ? അഷ്ടി, അച്ചി, ആന, ആട്ടം, ഞാൻ മറന്നു. അങ്ങനെ 5 3 ഉകാരങ്ങൾ: ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണിയെ സൃഷ്ടിക്കുക. അപ്പൊ 5 അകാരങ്ങളുടെയും 3 ഉകാരങ്ങളുടെയും പ്രതിനിധികളായിരുന്ന സൂര്യനമ്പൂതിരിപ്പാടന്മാരിൽ നിന്നും ആ അഴുക്കുകളും മാലിന്യങ്ങളും ഒക്കെ വടിച്ചു കളഞ്ഞ് ശുദ്ധജലാശയത്തിൽ കുളിച്ചു വന്ന നമ്പൂതിരി വീണ്ടും ആ വഴിക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തണം. ഇപ്പോൾ ഒലപ്പിട പിടിച്ച് തുളസിമാലയും ധരിച്ച് 4 കൂടിയ മുണ്ട് കൊച്ചുകുട്ടിയെ കൊണ്ട് ചുറ്റി വലിഞ്ഞുടുപ്പിച്ച ആ ഓലപ്പുറയും പിടിച്ച് ഉപനയനം കഴിഞ്ഞ വേഷം കഴിയാവുന്നത്ര മാധ്യമങ്ങളിലൊക്കെ പരസ്യപ്പെടുത്തുന്നത് ഒരലങ്കാരമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടില്ലേ? വേണോ? അതൊക്കെ വേണോ? വേണമെങ്കിൽ ആ കുട്ടിയെ ഉപദ്രവിക്കുകയാണ്. കാരണം ആ കുട്ടി 4 ദിവസം കഴിഞ്ഞ് ആ മന്ത്രം ഏതെങ്കിലും ചൊല്ലുവോ? ഏതെങ്കിലും മന്ത്രം പഠിക്കുവോ? പൂണൂല് ധരിക്കുവോ? ഇല്ല. അപ്പൊ പിന്നെ അവിടെ എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മൾ സാംസ്കാരികമായ നവോത്ഥാനത്തിലേക്ക് വീണ്ടും വരിക എന്നതാണ് ഇന്നിന്റെ ഏറ്റവും വലിയ കടമ. സാംസ്കാരിക നവോത്ഥാനമാണ് നമുക്ക് ആവശ്യം. ഇന്നിപ്പോ സന്ധ്യാവന്തനം ചെയ്തു എത്ര പേര് ഇപ്പൊ അവിടുന്ന് പോയാൽ ഞാൻ ചെയ്യില്ല, തീർച്ച സത്യം. നിങ്ങളിൽ പലരും ചെയ്യില്ല, എനിക്കറിയാം. ചെയ്യുമെന്ന് പറഞ്ഞാലും നുണയാണ്, ശുദ്ധ നുണയാണ്, ചെയ്യില്ല. അപ്പൊ എന്തിനും പിന്നെ ആ വേഷം കെട്ടുന്നു? അപ്പൊ നമ്മുടെ സ്വത്വം സാംസ്കാരികമായി നിലനിർത്താൻ എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ ചെയ്യണം. പക്ഷെ അതിന് പ്രാധാന്യം കൊടുത്ത്, അതിന് പരസ്യം കൊടുത്ത് ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അഭിമാനം എന്ന് പറയുന്നതിന് ഒരർത്ഥവുമില്ല. നമ്മൾ തമ്മിലില്ലാത്ത ഐക്യത്തിന് പരശുരാമന് ഐക്യമുണ്ടാവുമെന്ന് പറഞ്ഞാൽ അവിടെ പോയി കാല് കഴിച്ചുകൊണ്ട് നടത്തിയാൽ വല്ല ഐക്യവും നമുക്കുണ്ടാവുമോ? നമ്മളില്ലാണ്ടായ അനൈക്യം നമ്മൾ തന്നെ തീർക്കണം, നമ്മൾ തന്നെ ഐക്യം ഉണ്ടാക്കണം. ഞാനൊരു നിഷേധാത്മകമായ രീതിയിൽ പറയുകയല്ല, ക്ഷമിക്കണം. നമ്മൾ അങ്ങനെ പഴയ കാലത്ത് അവരെ കുറ്റപ്പെടുത്തി നമ്മളെ കൂടുതൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അമ്പലങ്ങൾക്ക് വേണ്ടിയും ആനയ്ക്ക് വേണ്ടിയും ആട്ടത്തിന് വേണ്ടിയും ഭൂമി മുഴുവൻ വിറ്റു, പാട്ടം മുഴുവൻ വിറ്റഴിച്ചു, ദാരിദ്ര്യമായി എന്ന്. ഇപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ഒരു വേലി ഉണ്ടെങ്കിൽ എത്ര അടിയന്തരമായി അത് അനുബന്ധമായി നടക്കുന്നു. ഒന്ന് പെണ്ണ് കാണാനോ ആട് കാണാനോ വരുന്ന ഒരാഘോഷം, അതൊരു ഇവന്റ് മാനേജ്മെന്റ് വലിയ ആഘോഷം. പിന്നെ വേലി നിശ്ചയം, അത് ഏറ്റവും വലിയ ഹോളിൽ മറ്റൊരു ആഘോഷം. പിന്നെ വേലി പറയാനുമില്ല. അപ്പൊ മുഹൂർത്തത്തെക്കാളും പിന്നെന്താ ജാതകത്തെക്കാളും കൂടുതൽ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് ഹാളുകൾക്കാണ്. ഏറ്റവും വലിയ ഹാളുകൾ കിട്ടുന്ന ദിവസം, ഏറ്റവും വലിയ ഹാളുകൾ കിട്ടുന്ന ആഴ്ച, ഇതായാണ് മുഹൂർത്തം. എവിടെ പോയി നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ സാത്വികത, നമ്മുടെ സാത്വികത എവിടെ പോയി? ഹോളിന്റെയും ആഴ്ചയുടെയും അടിസ്ഥാനത്തിൽ വേലി നിശ്ചയിച്ച് അത് അതിഗംഭീരമാക്കുക, മറ്റുള്ളവനേക്കാൾ ഏറ്റവും കൂടുതൽ ഗംഭീരമാക്കുക എന്ന വാശിയോടുകൂടി ചെയ്യുന്ന ആ കാര്യത്തിൽ എന്താണ് മറുപടി പറയാനുള്ളത്? നമ്മുടെ പൂർവികന്മാർ അന്ന് ആസ്വദിക്കുകയെങ്കിലും ഇപ്പൊ ആസ്വദിക്കാനുമില്ല. ഏതെങ്കിലും ഹോളിൽ യാന്ത്രികമായി ഈവൻ മാനേജ്മെന്റുകാരെ ഏൽപ്പിക്കുന്നു, അവിടെ വന്ന് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന പോലെ ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നു. ഒരു മമതയോ ഒരു സ്നേഹ പ്രകടനത്തിനോ പിന്നെ സാധ്യതയില്ല, സമയമില്ലാത്ത ഒരു യാന്ത്രികമായ ഒരാഘോഷം. ഇതൊക്കെ വേണം, ഇത്രയൊക്കെ ചെലവ് ചെയ്യണമെന്നുള്ളത്. ഇപ്പൊ ഇതിന് മറുപടി ഉണ്ടാവും. ഞങ്ങൾക്ക് അതിന് കരുത്തുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള ഹോപ്പുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള ധനസ്ഥിതിയുണ്ട്. പക്ഷെ ആ ധനസ്ഥിതി മുഴുവനും അങ്ങനെ കളയണമോ? പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റപ്പെട്ടു പോകും, നിങ്ങൾ മൂരാച്ചിയാണെന്ന് പറയും. ഇപ്പോഴും പരിപ്പോടയും കട്ടൻ കാപ്പിയുമായി കമ്മിറ്റി കൂടിയിരുന്ന ആളുകൾ ഇന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ യോഗം കൂടുമ്പോൾ നമ്പൂതിരിമാർ ഇപ്പോഴും അങ്ങനെ തന്നെ വേണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നോട് ചോദിച്ചേക്കാം. ധൈര്യമായിട്ട് ഞാനതിന് മറുപടി പറയാം, അങ്ങനെയല്ല വേണ്ടത്. കാരണം നമ്പൂതിരിമാർ എന്നും ഒഴുക്കിനെതിരെ നീന്തിയവരാണ്. സാംസ്കാരിക രംഗത്ത് ഒഴുക്കിനെതിരെ ഏറ്റവും കൂടുതൽ നീന്തിയ സാമുദായിക സംഘടന, കേരളീയത്തിൻ്റെയും ഇന്ത്യയുടെയും നവോത്ഥാന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള സാമുദായിക സംഘടന ഏതെന്ന് ചോദിച്ചാൽ സംശയമില്ല യോഗക്ഷേമ സഭ തന്നെയാണ്. അതിലൊരു സംശയം. അപ്പോ
നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന അർത്ഥമില്ല. നമുക്കൊരു സ്വത്വമുണ്ട്. ഞങ്ങൾ എല്ലാ അനാചാരങ്ങളെയും തൂത്തെറിഞ്ഞുകൊണ്ട് എല്ലാ മാനവികതയും മാനിച്ചുകൊണ്ട് ശങ്കരാചാര്യ സ്മൃതികളിൽ തന്നെ പിടിച്ചു നിന്നുകൊണ്ട് ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അത് ഞങ്ങൾ മറ്റാരെയും ഉപദ്രവിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ആ സ്വത്വം വീണ്ടും സമയം നോക്കിക്കൊണ്ടോ സന്ധ്യാവദനം ആരും മുടക്കില്ല. ഞാനായിട്ട് മുടക്കില്ല. ആ ഒരു ഘട്ടത്തില് പണ്ട് ഉളപ്പമുള്ള പറഞ്ഞില്ലേ, ഭൂലോകമാത്താകമ്പം കീഴുമേൽ മറിയുമ്പോൾ ഭൂസുരത്വത്തെ കാക്കാൻ ചമതലക്കോലിന്നാമോ. ഭൂലോകം മുഴുവൻ ഇളകി മറിയാണ്. പരിവർത്തനത്തിന്റെയും മാറ്റങ്ങളുടെയും ശംഖധ്വനി എല്ലാ ദിക്കിലും ഉയർന്നു കേൾക്കുന്നു. അപ്പോഴും ഭൂസുരന്മാര് ചമതക്കോലും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒപ്പമാണ് ചോദിച്ചത്, ഭൂസുരത്വത്തെ കാക്കാൻ ചമതലക്കോലിന്നാമോ. ആ കാലഘട്ടം ആലോചിക്കണം. ഇന്ത്യൻ ദേശീയത ഉയർന്നു വന്ന കാലഘട്ടം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉയർന്നു വന്ന കാലഘട്ടം, ഇതൊക്കെ യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ സഭയെ ഒന്ന് വിലയിരുത്തുക. അന്ന് ആശാൻ പാടിയില്ലേ, പാരതന്ത്ര്യമാനികൾക്ക് പ്രതിയേക്കാൾ ഭയാനകം എന്ന് പാടി. അതുപോലെ തന്നെ എന്താണ് വരികൾ മൊത്തം ക്ഷമിക്കണമെന്ന് പറഞ്ഞതേ, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണതായേ. ഇതിന്റെ വരികൾ ഓർമ്മയില്ലായിരുന്നു. ആ വിധികൽപ്പിതമാണതായേ എന്ന് പറയേണ്ടി വന്നു. ആശാൻ എന്താ, നമ്മളിതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ബ്രിട്ടീഷുകാരെന്ന മഹാശക്തിയുടെ മുൻപിൽ നമ്മൾ ഈ ഇഷ്യൂക്കളായ ഇന്ത്യക്കാർക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ക്ഷമിക്കണം, ഇതൊന്നും പറയാനില്ല, നമ്മുടെ വിധി കൽപ്പിതമാണ്. ആ വിധി കൽപ്പിതമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിരിടാൻ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് നമ്പൂതിരിമാരുടെ. അക്കാലത്ത് ജീശങ്കരക്കുറിപ്പെഴുതി, നാടിന്റെ നാമനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും ദിനം വരും. അതുപോലെ ജന്മസിദ്ധമാം പദം പുണ്യലബ്ധമെന്നോർത്ത് വന്മതം ഭാവിക്കുന്നോരുന്നത നക്ഷത്രമേ വെമ്പുക, വിളറുക, വിറകൊള്ളുക, നോക്കൂ നിൻ പുരോഭാഗത്തത ധീരതേജസ്സാം നാളെ. ആ ധീരതേജസ്സ അരുണോദയം വരുന്നു. നിനക്ക് കിട്ടിയ ജന്മസിദ്ധമായ, നമ്മളെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടിയ ജന്മസിദ്ധമായ ആ പദവികളുണ്ടല്ലോ, അത് ജന്മസിദ്ധമാണെന്ന് കരുതി വെമ്പൻ അല്ല, പദവി കാണിക്കേണ്ട, അഹങ്കരിക്കേണ്ട, വെമ്പുക, വിളറുക, വിറകൊള്ളുക. മറ്റൊരു നക്ഷത്രം, ഒരു മാറ്റത്തിന്റെ നക്ഷത്രം അവിടെ ഉദിച്ചുയരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് യോഗക്ഷേമ സഭയിൽ പരിവർത്തനങ്ങൾ കൂടുതൽ ഉണ്ടായത്. അങ്ങനെ ഇന്നിലേക്ക് എത്തിയത് 1936, 40, 48 ആ കാലഘട്ടങ്ങളിലൂടെ എന്തൊരു മാറ്റമായിരുന്നു ഭാരതത്തിലാകെയും കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ മിക്കവാറും 34, 36 ശേഷം 40-നും 50-നും ഇടയ്ക്ക് തുടങ്ങി ഏതാണ്ട് 75 വരെ 80 വരെ നമ്പൂതിരി സമുദായത്തിലെ 90% പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളായിരുന്നില്ലേ? ആയിരുന്നു. അതാണ് സത്യം. ഇന്നോ 95% നമ്പൂതിരിമാരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായി. നമുക്ക് പറ്റിയ അപജയമല്ല. ആ പാർട്ടിക്ക് മാനവികതയുമായി ബന്ധമില്ലാത്ത ഒരു പ്രത്യയശാസ്ത്രത്തിനും നിലനിൽപ്പില്ല എന്ന് പറഞ്ഞ കാറൽ മാർക്സിന്റെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ പ്രത്യയശാസ്ത്രം അട്ടത്തു വച്ച് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ എല്ലാ ജീർണതകളും എല്ലാ വൃത്തികേടുകളും കാട്ടിക്കൂട്ടി കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭരണ മേധാവിത്വം നിലനിർത്താനുള്ള ആ പാച്ചിലിൽ പ്രത്യയശാസ്ത്രം ഒന്നുമില്ല. ഒരു പ്രത്യയശാസ്ത്രം ഇല്ലാതെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച എത്രയോ കമ്മ്യൂണിസ്റ്റ് നമ്പൂതിരിമാരുണ്ട്. അവർക്കൊക്കെ പലരും അർഹമായ സ്ഥാനം ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ പിന്നീട് പലരും വെള്ളം കുടിക്കുക. ഇപ്പൊ ഇഷാപ്പോറ്റി പോയ പോക്ക് കണ്ടില്ലേ? ഇഷാപ്പോറ്റിയുടെ സംഭവം അറിയാമോ? എല്ലാവർക്കും അറിയാമോ? ഇല്ലെങ്കിൽ അറിയണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ അറിയാം? രാഷ്ട്രീയം എല്ലാവർക്കും വേണം. രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയം കുട്ടികൾക്ക് വേണ്ട പാടില്ല എന്നൊക്കെ പറയുന്നത് വെറും തെറ്റാണ്. രാഷ്ട്രീയ ബോധം വേണം. സിവിക് സെൻസ്, പൗരത്വ ബോധമുള്ളവന് രാഷ്ട്രീയ ബോധം വേണം. പക്ഷെ കക്ഷി രാഷ്ട്രീയം വേണ്ട. കക്ഷി രാഷ്ട്രീയം ഇഷ്ടം പോലെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP യോ മറ്റെന്തെങ്കിലും ഒക്കെ ആകാം. പക്ഷെ രാഷ്ട്രീയ ബോധം വേണം.
ആ രാഷ്ട്രീയ ബോധമുള്ള നമ്പൂതിരി ആത്മാർത്ഥമായി ഏതെല്ലാം കക്ഷി രാഷ്ട്രീയത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഷൈൻ ചെയ്തിട്ടുണ്ട്, സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ബഹുമാന്യരായിട്ടുണ്ട്. പക്ഷേ ആ അപജയത്തിന്റെ ജീർണതയുടെ ചൂഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടികൾ ദ്രവിച്ചപ്പോൾ അതിൽ നിന്നും വിടുതൽ നേടിയ നമ്മൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമോ? അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടേ മതിയാകും. അവനവന് തോന്നുന്ന രാഷ്ട്രീയത്തിൽ ഏർപ്പെടുക, അവനവന് തോന്നുന്നത് മതി. ഞാൻ ജന്മനാൽ എൻ്റെ രക്തത്തിലൂടെ കമ്മ്യൂണിസമാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് എൻ്റെ മനസാക്ഷിയെ പണയപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അത് നമുക്ക് പറഞ്ഞുകൂടെ? നമ്മൾ ഇന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു, ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം, മുൻകൈയ്യെടുക്കണം. അപ്പം നമ്മൾ മുൻകൈയ്യെടുത്ത് രാഷ്ട്രീയ ബോധത്തോടു കൂടി പോകണം. ഞാൻ ചുരുക്കുകയാണ്. 5 കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ബഹുമാന്യനായ സ്വാമിജി പ്രസംഗത്തിൽ സൂചിപ്പിച്ചൊരു വാക്കുണ്ട്, ഓർമ്മയുണ്ടോ? അതാണ് നമ്മൾ ഈ കേട്ടിരിക്കുള്ളൂ. ഇത് റേഡിയോ എന്ന് പറഞ്ഞാൽ കേട്ടു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അതുകൊണ്ടാണ്. അദ്ദേഹം വായിക്കുമ്പോൾ, സപ്താഹം വായിക്കുമ്പോൾ ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റെങ്കിലും ആളുകളെ പങ്കാളികളാക്കുന്നത് ഇല്ലേ? അത് കേട്ടിട്ടുള്ളവർക്കറിയാം. ഇങ്ങനെ ഇതിൻ്റെ അധ്യായം പറയൂ, നിങ്ങൾ പറയൂ, പറയൂ, അങ്ങനെ എല്ലാവരെയും ചോദിക്കും. എന്തെങ്കിലും പറയിക്കും, തീർച്ചയായിട്ടും പറയും. അപ്പം അത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വളരെ അവസാനിപ്പിച്ചൊരു വാക്ക് പഞ്ചയജ്ഞം എന്ന് പറഞ്ഞില്ല. പഞ്ചയജ്ഞം നടത്താൻ പോകും ഞാൻ ഇവിടെ. ഞാനും അങ്ങനെ ഒരു പഞ്ചയജ്ഞമാണ് പറയുന്നത്. നമുക്ക് ഇന്ന് വേണ്ടത് ദിശാബോധം. തികച്ചും ദിശാബോധം നഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു പ്രവർത്തനമാണോ ഇന്ന് സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് എന്നെ ഉൾപ്പെടെയാകും. അപ്പം ആ ദിശാബോധം ഉണ്ടാകാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ നമ്മളെയൊക്കെ കോട്ടയത്ത് വിളിച്ചുകൂട്ടി, മുൻ ഭാരവാഹികളെയൊക്കെ വിളിച്ചുകൂട്ടി. കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ്. മുൻപ് ഉണ്ടായിരുന്ന ഭാരവാഹികളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു വിജയമുണ്ടായിരുന്നു അവിടെ. ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുക, അതായത് പദ്ധതി, ഭാവി പരിപാടിക്ക് പദ്ധതി. ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞ് ക്രോഡീകരിച്ചു, രേഖപ്പെടുത്തി വെച്ചു. അതെവിടെ ഇരിക്കണം? ഇപ്പോൾ അവിടെ എവിടെയാണെന്നറിയില്ല, ആർക്കൊരില്ലേ, ബാലവാടിയിൽ ഉണ്ടാവും, അതവിടെ ഇരിക്കും. ഇപ്പോഴും നമ്മൾ ദിശാബോധമില്ലാതെ പോകും. ഞാൻ രാഷ്ട്രീയത്തിലായിരുന്നു. ഏത് കക്ഷിയായാലും നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെടണം. ഇല്ലാണ്ട് നമ്മളിങ്ങനെ പറഞ്ഞ് അവർ കൊണ്ടുപോകും, ഞാനാർക്കെങ്കിലും നോക്കി, ഞാനൊരു പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനാണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനാണ്, എനിക്കതിന് സ്ഥാനം വേണം. ഐഷാബോധ്യം നേടിയത് വാദിച്ച് നേടിയതല്ലേ അവര്? അവർക്കാരും അങ്ങോട്ട് കൊണ്ടുകൊടുത്തതല്ല. അവരുടെ ആർജവത്തിൻ്റെയും സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും അംഗീകാരത്തിൻ്റെയും ഫലമായി ജനം മുഴുവൻ അവരുടെ പുറകിൽ ഉണ്ടെന്ന ആത്മവിശ്വാസത്തോടു കൂടി അവർ പിടിച്ചെടുത്തതാണ് സ്ഥാനം. അതിന് നമ്മൾ തയ്യാറാകണം. അപ്പോൾ നമ്മുടെ ദിശാബോധത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണം. അടുത്തത് നമ്മുടെ ബ്രാഹ്മണരുമായിട്ടുള്ള ഐക്യമാണ്. ഈ നമ്പൂതിരിമാർ മാത്രം തന്നെ ഇരുന്നുകൊണ്ട് ഇനി ഒരു കാര്യം നടക്കില്ല, സംശയിക്കേണ്ട. കാരണം നമ്മുടെ യുവാക്കൾ എത്ര പേര് ഇപ്പോൾ സഭയിലേക്ക് വരുന്നുണ്ട്? ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഫോർമാലിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് യുവജന സഭയുടെ പ്രതിനിധികൾ എഴുതി വയ്ക്കാന്നല്ലാണ്ട് 1-2 ഭാരവാഹികൾ ഉണ്ടാവും. ഒരു യുവജനവും വരുന്നില്ല. ആ യുവജനത്തിന് ഇതിനെപ്പറ്റി താല്പര്യമില്ല, ചരിത്രം അറിയില്ല, അത് പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള സംവിധാനങ്ങളില്ല. യുവജനങ്ങൾ മാറി നിൽക്കുന്നു. നമ്മുടെ മാത്രമല്ല, എല്ലാ സമുദായത്തിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. ഒരൊറ്റ യുവജനവും 10 കൊല്ലത്തിനകം കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാവില്ല, ഒക്കെ പോവും. നമ്മൾ ഈ പറഞ്ഞ വലിയാലോചനയും ഹോൾ അറേഞ്ച്മെൻറ്റും ഒന്നും വേണ്ടിയില്ല. അവർ അവിടെ തന്നെ വെച്ച് ശരിയാക്കിയിട്ട് ഇങ്ങോട്ട് വരും. ഒന്നായി ഒറ്റയായിട്ട് പോകും, ഇരട്ടയായിട്ട് തിരിച്ചു വരും. യാതൊരു പ്രശ്നവും വേണ്ട. അപ്പോൾ അതിന് നമ്മൾ വേണ്ടത് നമ്മുടെ ഈ വൈവാഹിക ബന്ധം ഉൾപ്പെടെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെ എന്നാൽ ആർഭാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിലാകമാനമുള്ള ബ്രാഹ്മണ സമാജം ഒരുപാടുണ്ട്. അവർ നമ്മളെക്കാളൊക്കെ സമ്പന്നരാണ് എല്ലാ വിധത്തിലും. ഇപ്പോൾ കർണാടക ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെക്കാളൊക്കെ സമ്പന്നരാണ് അവർ വിചാരിച്ചാൽ ഇന്ത്യയിൽ ചിലത് ചെയ്യാൻ കഴിയും. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ AKBF കൂടെ AIBF
ഓൾ ഇന്ത്യ ബ്രാഹ്മിൻസ് ഫെഡറേഷൻ അതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതും അവിടെ ഈ പറഞ്ഞ മാതിരി മൂപ്പിളമ തർക്കമൊക്കെ ഉണ്ട്. ആരാണ് കേരളം, ആരാണ് താരം, അതൊക്കെ ഉണ്ട്. അത് മാറ്റിവെച്ചുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ ബ്രാഹ്മണ ഫെഡറേഷൻ രൂപീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിവാഹ പ്രശ്നങ്ങൾക്ക് 90% പരിഹാരം കാണുന്നത്. ഇപ്പോഴും പരിദേവനല്ലേ ശാന്തിക്കാർക്ക് പെണ്ണ് കിട്ടി. ഏത് ശാന്തിക്കാർക്കാണ് കിട്ടാതെ? മാന്യന്മാരായ ശാന്തിക്കാർക്ക് ഇപ്പോഴും പെണ്ണ് കിട്ടും. ചില ശാന്തിക്കാർ വരുന്നുണ്ട് ബൈക്കിനും കാറിലൊക്കെ വരുന്നുണ്ട്, അവരെ കുറിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പറയും. അത്ര മനസ്സിലാകുന്നില്ല. പിന്നെ ചിലരെന്തെങ്കിലും എന്ത് ചെയ്താലും നന്നാവില്ല. മുഷിഞ്ഞ നാരി ഒരു തോർത്തും അതിനേക്കാൾ മുഷിഞ്ഞൊരു വൃത്തികെട്ട പൂണൂരിൽ നയിച്ചുകൊണ്ട് കൈലൊക്കെ കഴുകി വേഷം പൂട്ട ആളുകളെ അത് ആരും സ്വീകരിക്കും. അപ്പൊ അവരാണ് വളരേണ്ടത്. അവരെ ആരും നിരോധിക്കില്ല. ഒന്നാം തരം വെള്ള വസ്ത്രം കൊടുക്കാം, ആരും നിരോധിക്കില്ല. ലോൺ എടുത്തൊരു ബൈക്ക് മേടിക്കാം, മഞ്ഞും മഴയും കൊള്ളാതെ വരാം. അത് ചെയ്തൂടെ? അത് ചെയ്യില്ല. അപ്പോ അഖിലേന്ത്യാ തലത്തിൽ ഒരു ബ്രാഹ്മണ ഐക്യം വന്നാൽ അതിന് ചില പരിഹാരങ്ങളാണ്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഇതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് യുവജന ആകർഷണം. യുവജന ആകർഷണത്തിന് ഇപ്പോൾ ഉള്ള ഈ പരിപാടികളൊന്നും നടക്കില്ല. സാംസ്കാരികമായി മാറ്റം വരിക തന്നെ വേണം. നമ്മുടെ സമുദായത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതും പൂർണ്ണമായും അല്ലെങ്കിൽ മുക്കാൽ പങ്കും സാഹിത്യത്തിലൂടെയും കലകളിലൂടെയാണ്. ആ സാഹിത്യത്തിനും കലകൾക്കും പ്രാധാന്യം കൊടുക്കുന്നില്ല ഇന്ന് നമ്മൾ. ഓരോ ജില്ലയും ഓരോ ചെറിയ ലഘുലേഖ പോലെയുള്ള മാസികകളുണ്ട്. എന്ത് പ്രയോജനം? അതിൽ അധികവും ജാതകവും മറ്റേ റിപ്പോർട്ടുകളുമാണ്. ഒരു ഉപസഭയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 1.5 പേജ്. ഞാൻ ഇന്നയാൾ ഇന്ന സമയത്ത് വന്നു, പ്രസിഡന്റ് അല്പം വൈകിയാണ് വന്നത്, പ്രസിഡന്റ് ഇന്ന കസേരയിലാണ് ഇരുന്നത്, മറ്റേ കസേരയിൽ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് എന്ന തലത്തിൽ 1.5-2 പേജ്. ഒരു നല്ല ലേഖനമോ കവിതയോ അതിലുണ്ടാവില്ല. ഞാൻ കുറ്റപ്പെടുത്തുന്നത് എന്നെ ഉൾപ്പെടെയാണ്. കാരണം അതുപോലുള്ള ഒരു പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരാണ് ഞാനും. അതിന്റെ സ്ഥിതിയൊക്കെ തന്നെയാണ്. എന്നാൽ യോഗക്ഷേമ ധ്വനി എന്ന പേരിൽ നമ്മൾക്കൊരു മാസിക സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട്. അത് വളരെ കഷ്ടപ്പെട്ട് ആരംഭിച്ചതാണ്. ഇപ്പം അത് മുടക്കം കൂടാതെ ഇതുവരെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒരു സാംസ്കാരിക പ്രസിദ്ധീകരണമായിട്ട് സ്വീകരിക്കുകയും അതിൽ സാഹിത്യത്തിലും ഇതുപോലുള്ള പരിവർത്തനാത്മകമായ പ്രവർത്തനങ്ങളുടെ പരമ്പരകൾക്ക് രൂപം കൊടുക്കുന്നതിനും ആവശ്യമായ സംവിധാനം അതിലൂടെ ഉണ്ടാക്കണം. അത് യുവജനങ്ങൾ വായിച്ചാൽ തീർച്ചയായിട്ടും സ്പിരിറ്റ് ഉണ്ടാകും. അതുപോലെ കലാപരിപാടികൾ, സ്പോർട്സ്, ഇപ്പൊ യൂത്ത് വിങ്ങിൽ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് പരമാവധി ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ അതിലല്ലേ സെക്രട്ടറി അതിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആള് വരണ്ടേ? അവർ 4 പേര് വന്നാത്ത കാര്യം. അപ്പൊ യുവാക്കളും യുവതികളും വരാനുള്ള ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണം. മൂന്നാമത്തെ യത്നം. 4 ആദ്യം പറഞ്ഞ ധൂർത്ത് ആഡംബരം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയാൽ നല്ലത്. വേണ്ട എന്ന് പറഞ്ഞാൽ തന്നെ ആൾ തല്ലും. എന്താ മകന്റെ വീഴ്ചയ്ക്കാ സാധന? ഞാനത് അങ്ങനെ അവർ കുറെ കൂടെ ഗംഭീരമായിട്ട് നടക്കും. എൻ്റെ മകളുടെ വീട്ടിൽ മറ്റേയാളുടെ വേലിയേക്കാൾ ഗംഭീരമാവണം. അന്ന് പഴപ്രസവം മാത്രമേ കഴിയുള്ളൂ, ഒരു പാലടയും കൂടി വേണം എന്ന് നിർബന്ധം പിടിക്കാത്തത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതുപോലുള്ള സുഹൃത്തുക്കൾ കുറയ്ക്കണം. അത് അടുത്ത പരിപാടിയിലേക്ക്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സാമ്പത്തിക യോഗക്ഷേമം. ഒരു പോയിന്റായിട്ട് എടുക്കുക. എന്താ ഈ സാമ്പത്തിക യോഗക്ഷേമം? സാമ്പത്തികമായിട്ട് ഇപ്പോൾ നമുക്ക് ആർക്കും ഒരു കഷ്ടപ്പാടുമില്ല. ഉണ്ട് എന്ന് പറയുന്നത് സത്യവിരുദ്ധമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ പബ്ലിക് വേദിയിൽ പറയാം, ഭൂരിഭാഗം കഷ്ടപ്പെടുകയാണ്, എപ്പോഴും പട്ടിണിക്കാരാണ്, ദരിദ്രരാണ്. ഏത് ദരിദ്രരാണ്? വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ യോഗക്ഷേമ സഭ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്പൂതിരി അപേക്ഷയുമായി വരുമോ? തൃശ്ശൂർ ജില്ലയിൽ വരും. ഞാൻ വിശ്വസിക്കല്ല. അനുഭവിച്ചതല്ലേ നമ്മളിരിക്കെ. തൃശ്ശൂർ ജില്ലയിലാണ് ഞങ്ങളന്ന് വീടില്ലാത്ത ഏതാ നമ്പൂരിയുടെ പേര് പുറത്തുപോയി. ഒരു ദാരിദ്ര്യം വിട്ട് ഒരു പ്ലാസ്റ്റിക് പിടിച്ച് കെട്ടിയ ഒരു നമ്പൂരി. ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചു. ഞങ്ങൾക്ക് വീട്ടിൽ വെച്ച് ഞാനോ അങ്ങനെ എന്താ പറഞ്ഞേ? വേണ്ട എനിക്ക് വീട് കെട്ടി തുടങ്ങി 2 നിലയിലുള്ള 1-ാം തരം ടെറസ് അല്ലേ? ഞാൻ നുണ പറയുന്നതല്ല. ടെറസ് വീടും ഞങ്ങൾ നിരാശപ്പെട്ട് തിരിച്ചു. ഇതുപോലെ പെരുമാറുള്ള കാര്യമല്ലേ ഞങ്ങൾ ചെയ്തിപ്പോ സ്വീകരിക്കുമല്ലോ. ഞങ്ങളുടെ ഔദാര്യം സ്വീകരിക്കുമല്ലോ. വേണ്ട. അപ്പോൾ പിന്നെ എന്ത് സാമ്പത്തികമാണ് നമുക്ക് വേണ്ടത്?
എന്നാൽ ഇന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. ആ ബുദ്ധിമുട്ടിന് വ്യക്തിപരമായ പരിഹാരം കാണുന്നതിനേക്കാൾ ഉപരി സംഘടിതമായി ഏതെങ്കിലും രീതിയിൽ പണസ്രോതസ് കണ്ടെത്താൻ കഴിയുമോ എന്ന് പഠിക്കുക, പരിശോധിക്കുക. പണ്ട് ഇത് നമുക്ക് പുതുവയൊന്നുമല്ല. വെള്ളം കുടിക്കാനാണ് പേടിക്കുന്നത്. പണ്ട് 40 ലക്കിടി യോഗക്ഷേമ സഭയുടെ ആഭിമുഖ്യത്തിൽ, വനിതാ സഭയുടെ ആഭിമുഖ്യത്തിൽ തൊഴിൽ കേന്ദ്രം ആരംഭിച്ചില്ലേ? ആ തൊഴിൽ കേന്ദ്രത്തില് നെയ്ത്ത്, വൈദ്യുതി നിർമ്മാണം, നൂൽപ്പ്, പിന്നെ വിശറി നിർമ്മാണം, ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അന്തർജനങ്ങൾ മാത്രം. ഏതാണ്ട് ഒരു 1.5 വർഷം നല്ല സാമ്പത്തിക ലാഭമുണ്ടായി. അവിടെ നിന്നാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് ഒരു സുപ്രസിദ്ധമായ നാടകം. ആ നാടകം രൂപപ്പെട്ടത് അന്തർജനങ്ങളുടെ ചിന്തയിൽ നിന്നാണ്. അന്തർജനങ്ങളുടെ കൂട്ടായ ശക്തിയിൽ നിന്ന് വന്ന സർഗശക്തിയാണ് ആ തൊഴിൽ കേന്ദ്രത്തിലേക്ക് നാടകം. അത് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നാടകം നിരോധിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈ നാടകം നാടാകെ പരന്നാൽ വലിയ വിപ്ലവം ഉണ്ടാകും. സമുദായത്തിൽ മാത്രമല്ല സമൂഹത്തിലാകെ വലിയ വിപ്ലവം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട യാഥാസ്ഥിതിക ശക്തികൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ കൊണ്ട്, ബ്രിട്ടീഷ് കളക്ടറെ കൊണ്ട് ആ നാടകത്തിന് നിരോധനം ഏർപ്പെടും. 9 വേദികളിൽ മാത്രമേ അത് അവതരിപ്പിച്ചുള്ളൂ. 10ാമത്തെ വേദിയായപ്പോഴേക്കും നിരോധനം വന്നു. അതുപോലെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ സാംസ്കാരികമായും സാമ്പത്തികമായും അവിടെ ഒരു ക്രോഡീകരണം നടന്നു. ആ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന സ്ഥാപനത്തിൽ സാമ്പത്തികമായും സാംസ്കാരികമായും ഒരു ഏകീകരണം നടന്നു. അത് അന്തർജനങ്ങളുടെ ആഭിമുഖ്യത്തിലാണ്. അതിനുമായി കൂടെ ഇപ്പൊ നമുക്ക് വ്യക്തിപരമായിട്ട് ആർക്കും സത്യത്തിൽ കാശ് ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ള കാശ് എന്തെങ്കിലും ഛർദിക്കാരനായാലും പിന്നെ മുട്ടുസാധിക്കാരനായാലും ആർക്കും ഉണ്ടത്. പക്ഷെ അതല്ല, നമ്മുടെ സമൂഹത്തിന് ഒരു ശക്തി ഉണ്ടാകണമെങ്കിൽ ചില സ്ഥാപനങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയാണ് നമ്മൾ നേടിയെടുക്കേണ്ട ആദ്യം. ഇപ്പോൾ വിശ്വാസ്യത നേടിയെടുക്കാൻ വളരെ വിഷമമാണ്. സാമ്പത്തിക കാര്യത്തിൽ നമ്മുടെ ആളുകൾക്ക് പല സ്ഥാപനങ്ങളുടെയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസ്യത നേടിയെടുക്കുക ഒരു ബാലികേറാമലയായിട്ട് അവശേഷിക്കുകയാണ്. അത് വീണ്ടെടുക്കണം. ആത്മാർത്ഥതയും ആർജവവും ശുദ്ധമായ മനോഭാവമുള്ള പ്രവർത്തകരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ചില സ്ഥാപനങ്ങൾ രൂപീകരിച്ചാൽ അത് സാമ്പത്തികമായി ഏതെല്ലാം മേഖലകളിലൂടെ കൊണ്ടുപോകണമെന്ന് ശാസ്ത്രീയമായും അത്യന്താധുനിക സാങ്കേതിക വിദ്യകളുടെ മുഴുവൻ സഹായത്തോടെയും സ്ഥാപിച്ചാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. ബാങ്കിങ് രംഗത്തോ മറ്റ് ചെറുകിട വ്യവസായ രംഗത്തോ എന്തുകൊണ്ട് നമ്മുടെ 10 പേർക്ക് ഒരുമിച്ച് ചെയ്തു കൂടാ? നമ്മുടെ കയ്യിൽ പണം ഉണ്ടല്ലോ. ആ പണം വെറുതെ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കല്ലേ? അതൊന്ന് സ്വീകൂട്ടിയ 10 പേർക്കെങ്കിലും തൊഴിലില്ലായ്മയില്ല. അതാണ് പ്രശ്നം. തൊഴിലില്ലായ്മയില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല. പിന്നെ എന്തിനാ കാശ്? ആ ഒരു ആലോചനയിലേക്ക് നമ്മൾ വരുന്നില്ലേ എന്ന് ചിന്തിക്കുക. അപ്പൊ 5ാമത്തെ യജ്ഞമായിട്ട് ഞാൻ പറഞ്ഞത് സാമ്പത്തിക യോഗക്ഷേമം. സാമ്പത്തിക യോഗം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വിശദമായിട്ട് പറയാനുള്ളത്. ഇപ്പോ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെയിൽ നിന്ന് ഇന്നിലേക്ക് വന്ന് നാളെയിലേക്ക് പോകാൻ മാത്രമേ നമുക്ക് കഴിയൂ. ആ പോക്കിൽ നമുക്ക് ഇന്നലെ ഒരിക്കലും മറക്കാനാവില്ല. ആ നമ്മുടെ പൂർവികന്മാർ ചിന്തിയ രക്തം എന്നൊക്കെ രാഷ്ട്രീയ ഭാഷയിൽ പറയാം. സത്യത്തിൽ രക്തം തന്നെ ചിന്തിയിട്ടുണ്ട്. ഉണ്ണിയമ്പൂരിപ്പാണ്ടിയും വീട്ടിൽ ഭട്ടതിലൂടെയും EMSന്റെയും കഥകൾ പറഞ്ഞാൽ ആ ചരിത്രം നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ആ ചരിത്രം അന്വേഷിക്കാനുള്ള കൗതുകമുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഈ പൊടിഞ്ഞ കടലാസ്, പൊടിഞ്ഞു തുടങ്ങിയ ഒരു കടലാസാണ്. ഇത് മലപ്പുറത്ത് നിന്നും എന്റെ ആവശ്യപ്രകാരം ആശാൻ ഇവിടെ കൊണ്ട് എനിക്ക് തന്നതാണ്, എന്നെ കാണിച്ചതാണ്. ഇതുപോലെ ഒരുപാട് ബുക്കുകളും പുസ്തകങ്ങളും എന്റെ പക്കലുണ്ട്, അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ഇതിലാണ് നമ്മുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത്. അതൊന്നും പിന്നെ പരിശോധിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതൊന്നും പുനഃപ്രസിദ്ധീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ ആ രംഗത്തേക്കൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധ തിരിയുകയും നാളെ യോഗക്ഷേമ സഭ നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കാൽ ഉറച്ചു ചവിട്ടാനുള്ള പ്രാണി നമ്മൾ വേണം.
ഇന്നത്തെ ഉറച്ച കാൽവയ്പിലൂടെ മാത്രമേ നാളെയിലേക്ക് നടന്നെടുക്കാൻ കഴിയൂ എന്ന വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായി എല്ലാവരുടെയും സഹകരണം ഈ രംഗത്തുണ്ടാകണം. ഇതൊരു ക്ലാസ് അല്ല, കേവലം ശിഥില ചിന്തകൾ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ